Download now. CC Learning app. ഹായ് ഹലോ വെൽക്കം ടു CC ബാങ്ക്. CC ബാങ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പൊ നമ്മളെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നല്ലൊരു പ്രിപ്പറേഷൻ നടത്തിയാലാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രിപ്പറേഷൻ നടത്തുക, ഓക്കെ ആവേണ്ടത് എങ്ങനെയാണ്? ചിലർ ഇപ്പോഴും ബോർഡറിൽ എപ്പോഴും ഇങ്ങനെ 2-3 എക്സാം കഴിയുമ്പോൾ എപ്പോഴും അവരെന്ത് ചെയ്യാണ്, ബോർഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോരാ, കാരണം അവര് ആ ബോർഡറിൽ നിന്നും എന്ത് ചെയ്യണം, കട്ട് ഓഫിന് മുകളിലേക്ക് മറികടക്കണം. അപ്പൊ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് അവസാനം പറയാം. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇഫ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് 1 lakh ആൻഡ് ഡിപ്രീസിയേഷൻ 20,000 ദി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വിൽ ബി. ഇതാണ് ചോദ്യം. എന്താ ചോദ്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്? നോക്കിയേ, നമ്മളെ ഓപ്പറേഷനിൽ നിന്നുണ്ടായ ക്യാഷ് എത്രയാണ്? 1 lakh ആണ്. നമുക്കുണ്ടായ ഡിപ്രീസിയേഷനോ 20,000 ആണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ടോട്ടൽ എത്രയാണ് നമ്മളെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എത്രയാണ്? എതിലായിരിക്കും? നോക്കൂ, ഇവിടെ ഈസി ആയിട്ടൊരു മെത്തേഡ് ചെയ്താൽ മതി. എത്രയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്? 1 lakh അല്ലെ. അതിന്റെ കൂടെ എന്ത് കൂട്ടണം? 20,000 കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 1,20,000 അല്ലെ. ഏതാണ്? 1,20,000. അതിൽ എത്രയാണ് വരിക? 1,20,000 അല്ലെ. എത്രയാണ്? 1,20,000 ആണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ളത് വരാം അല്ലെ. 1,20,000. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കൂടി, അതായത് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് നമ്മളറിയാം, പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാനും അതേപോലെ ജോബ് കോസ്റ്റ്, അങ്ങനെയുള്ള കോസ്റ്റിംഗ്, അതേപോലെ റേഷ്യോ അനാലിസിസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. റേഷ്യോസ്, ക്വിക്ക് റേഷ്യോ, അതേപോലെ കറണ്ട് റേഷ്യോ, അങ്ങനെയുള്ള പല റേഷ്യോസിനും കൂടി ചിലപ്പം പ്രോബ്ലംസ് ഏരിയ എന്നുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അതും കൂടി എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, which of the following cannot be traced from the trial balance? ട്രയൽ ബാലൻസിലൂടെ ട്രേസ് ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? താഴെ പറയുന്നവര് നോക്കൂ. മാത്തമാറ്റിക്കൽ അക്യുറസി, പോസ്റ്റിംഗ് എറർ ഇൻ സെയിം സൈഡ്, ഓമിഷൻ ഓഫ് ട്രാൻസാക്ഷൻ, ബാലൻസിങ് എറർ. അപ്പോ ഇവിടെ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? എറേഴ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാണ്? എറേഴ്സ്. സാധാരണഗതിയിൽ നമുക്ക് പഠിക്കാനുള്ള 4 തരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എറർ ഓഫ് ഒമിഷൻ, പിന്നെയോ കമ്മീഷൻ, പിന്നെ പ്രിൻസിപ്പള്, പിന്നെ കോമ്പൻസേറ്റിംഗ് എറർ. 4 തരത്തിലുള്ള എറർ പഠിക്കാനുണ്ട്. അപ്പൊ ഈ 4 തരത്തിലുള്ള എററും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നീട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏതാണ് ആൻസർ വരിക. നോക്കൂ, ട്രയൽ ബാലൻസിൽ കാണാത്തതാണ്. ഇപ്പൊ ട്രയൽ ബാലൻസിൽ കാണാത്തതാണെന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ മാത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ, അതിൽ ഒരു ഡബിൾ സൈഡ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ നമ്മൾ മാത്തമാറ്റിക്കൽ അക്യുറസി നമുക്ക് അവിടുന്ന് അറിയാൻ വേണ്ടി പറ്റും, എറേഴ്സ് അറിയാൻ പറ്റും, ബാലൻസിങ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക? ഒമിഷൻ ഓഫ് ട്രാൻസാക്ഷൻ അല്ലെ. ഏതാണ്? ഒമിഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. എന്തുകൊണ്ട് ഒമിഷൻ വന്നു? എന്താ ഒമിഷൻ എന്ന് വെച്ചാല്, അതായത് വിട്ടുപോവുക എന്ന അർത്ഥമാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ഒമിഷൻ എന്ന് വെച്ചാൽ. നോക്കി, ആൻസറിൽ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്ത് ട്രയൽ ബാലൻസ് ഡിറ്റക്ട് അരിത്തമാറ്റിക് എറർ ബട്ട് കനോട്ട് ഐഡന്റിഫൈ ഒമിഷൻ അല്ലെങ്കിൽ ഒമിറ്റഡ് ട്രാൻസാക്ഷൻ. ഒമിറ്റഡ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എന്താണ്? വിട്ടുപോവുക എന്ന് തന്നെയാണ് അവിടെ അർത്ഥം വരുന്നത് അല്ലെ. എന്താണ്? വിട്ടുപോവുക അല്ലെ, ഒഴിവാക്കപ്പെടുക. അപ്പൊ ഒഴിവാക്കപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എവിടെ കാണില്ല? ട്രയൽ ബാലൻസ് കാണില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഒമിഷന്റെ കേസിൽ 2 തരത്തിലുള്ള ഒമിഷൻ വരുന്നുണ്ട് മക്കളെ. ഏതാണ്? ഒന്ന് ഫുള്ളി ഒമിഷൻ, പിന്നെയോ പാർഷ്യലി ഒമിഷൻ. ഫുള്ളി ഒമിഷനും ഉണ്ട്, പാർഷ്യലി ഒമിഷനും ഉണ്ട്. ഫുള്ളി ഒമിഷൻ എന്ന് വെച്ചാൽ മൊത്തമായിട്ടും ഒഴിവാക്കപ്പെട്ടവയും, പാർഷ്യലി ഒമിഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും 1-2 അതല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട്സിന്റെ രീതികൾ അല്ലെ, അക്കൗണ്ട്സിന്റെ താഴെക്കടയിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വരുമ്പോൾ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തുകയും അടുത്തൊരു സ്ഥലത്ത് രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. മേ ബി ചില സ്ഥലങ്ങളിൽ ഈ പാർഷ്യൽ ഒമിഷൻ എന്ത് ചെയ്യാറുണ്ട്? ട്രയൽ ബാലൻസിന് എഫക്ട് ചെയ്യാറുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ദി പേബാക്ക് പീരീഡ് മെത്തേഡ് ഫായിൽസ്. ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ദ പേബാക്ക് പീരീഡ് മെത്തേഡ് ഫാൾസ് ബിക്കോസ്. എന്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? ഫെയിൽ ആയി പോകുന്നത്. അതിന്റെ കാരണം എന്താണ്? നോക്കിയേ, ഇറ്റ് ഇഗ്നോർ ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ പേ ബാക്ക്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട്. ഇറ്റ് യൂസസ് കോംപ്ലക്സ് ഡിസ്കണ്ടിന്യൂയിങ്. ഇറ്റ് മെഷർ പ്രോഫിറ്റബിലിറ്റി ആക്യുറേറ്റ്ലി. ഏതായിരിക്കും വരിക? ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് എന്ത്? ക്യാപിറ്റൽ ബജറ്റിംഗ് അല്ലെ. അപ്പൊ ക്യാപിറ്റൽ ബജറ്റിംഗ് പേ ബാക്ക് മെത്തേഡ് അവിടെ ഫെയിൽസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഉണ്ടാവുന്നത്? യെസ്, എന്ത് ചെയ്യുന്നു? അവ പേബാക്ക് പീരീഡ് മെഷർ ലിക്വിഡിറ്റി നോട്ട് പ്രോഫിറ്റബിലിറ്റി. പേബാക്ക് പീരീഡ് പ്രധാനമായിട്ട് എന്താണ് മെഷർ ചെയ്യുന്നത്? ലിക്വിഡിറ്റി ആണ്, അല്ലാതെ എന്തല്ല? പ്രോഫിറ്റബിലിറ്റി അല്ല അല്ലെ. എന്തല്ല? പ്രോഫിറ്റബിലിറ്റി അല്ല.
അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇഗ്നോർ ടൈം വാല്യൂ ആൻഡ് ലേറ്റർ ക്യാഷ് ഇൻഫ്ലോ. അവിടെ ടൈം വാല്യൂ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? ഇഗ്നോർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ പ്രോഫിറ്റ് പ്ലാനിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് കൺട്രോളബിൾ ബൈ മാനേജ്മെന്റ്? അതായത് നമ്മൾ പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാണ്, എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് വേണം. ചില കമ്പനീസ് ഒക്കെ ഒരു വർഷത്തിലേക്കുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യാറുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ചില കമ്പനീസോ മന്ത്ലി ടാർജറ്റ് അല്ലെ, മന്ത്ലി ടാർജറ്റ് അവർ എന്ത് ചെയ്യാറുണ്ട്? പ്രോപ്പർ ആയിട്ട് നടത്താറുണ്ട്. അപ്പൊ ഇവിടെ എന്തിനാണ്? പ്രോഫിറ്റ് പ്ലാനിങ് ആണ് അല്ലെ. പ്രോഫിറ്റ് പ്ലാനിങ്ങില് മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏതാ ചോദിക്കുന്നത്? നോക്കിയേ, ടാക്സ് റേറ്റ് ഉണ്ട്, മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. ഇതിൽ ടാക്സ് റേറ്റ് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ? മാനേജ്മെന്റിന് ഇല്ല. കാരണം ടാക്സ് തീരുമാനിക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നീടോ മാർക്കറ്റ് ഡിമാൻഡ് എന്താ ചെയ്യാൻ പറ്റുമോ? അതുമില്ല. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് അല്ലെ. അതിൽ ഡിമാൻഡ് ഡേ ടു ഡേ അല്ലെങ്കിൽ മിനിറ്റ് വൈസ് എന്ത് ചെയ്യാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നീട് അടുത്ത എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ അല്ലെ. ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്നൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോ ഇതിലാകെപ്പാടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ഒറ്റ കാര്യം മാത്രമല്ല, എന്താ? അവരുടെ മെറ്റീരിയൽ വേസ്റ്റേജ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഏതാണ്? മെറ്റീരിയൽ വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അതായത് അത് എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് കറക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ നടത്തിയാല് നമുക്ക് ഉണ്ടാവുന്ന മെറ്റീരിയൽ വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുറയ്ക്കാൻ വേണ്ടി പറ്റും അല്ലെ. മെറ്റീരിയൽ വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ശരി. ക്യാപിറ്റൽ ബജറ്റിംഗ് റെഫേഴ്സ് ടു. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്താണ് റെഫർ ചെയ്യുന്നത്? നോക്കിയേ, പ്രിപ്പയറിംഗ് ദ ആനുവൽ സെയിൽ ബജറ്റ്, ഡിസിഷൻ മേക്കിംഗ് ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, പ്രിപ്പയറിംഗ് കാഷ് ബജറ്റ്, മാനേജിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഏതായിരിക്കാം ക്യാപിറ്റൽ ബജറ്റിംഗ്? വളരെ എളുപ്പ ചോദ്യം. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ ആണ് അല്ലെ. അതായത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടാണ്. വിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് എന്ത്? ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് ആൻസർ വരിക? ബി ആണ് ആൻസർ വരിക അല്ലെ. നോക്കിയേ, ക്യാപിറ്റൽ ബജറ്റിംഗ് ഇവാലുവേറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സച്ച് ആസ് ന്യൂ പ്രൊജക്ട് ഓർ മെഷീനറി. ന്യൂ പ്രൊജക്ടോ മെഷീനറി തുടങ്ങിയവയിലേക്ക് ഉണ്ടാവുന്ന ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇവാലുവേഷനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രധാനമായിട്ടും ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയാം. ഇതിനെയാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന കാര്യം നമുക്ക് പറയാം. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം നോക്കാം. പ്രോഫിറ്റ് പ്ലാനിംഗ് ഇൻവോൾവ്സ് എന്തായിരിക്കാം? എസ്റ്റിമേറ്റിംഗ് പ്രൊഡക്ഷൻ ഓൺലി, ഫോർകാസ്റ്റിംഗ് റവന്യൂ ആൻഡ് കൺട്രോളിംഗ് കോസ്റ്റ്, പേയിങ് ഡിവിഡൻഡ്, പ്രിപ്പയറിംഗ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഏതായിരിക്കാം വരിക? യെസ്, ഏതാണ്? ഫോർകാസ്റ്റിംഗ് റവന്യൂ ആൻഡ് കൺട്രോളിംഗ് കോസ്റ്റ് ആണ് അല്ലെ. ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഏതാണ് മക്കളെ? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പോ CSEB പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് അല്ലെ. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് എന്താണ്? എക്സാം പ്രിപ്പറേഷൻ ആണ് അല്ലെ. പ്രോപ്പർ ആയുള്ള എക്സാം പ്രിപ്പറേഷൻ നമ്മൾ നടത്തുക. ആ എക്സാം പ്രിപ്പറേഷനിലൂടെ നമുക്കറിയാം ബോർഡറിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം. അതിന് വേണ്ടിയിട്ട് CC ബാങ്ക് ടീം കൊണ്ടുവരുന്ന ഒരു പുതിയ കോഴ്സാണ് നമ്മളെ എക്സാം ബാച്ച് അല്ലെ. എക്സാം ബാച്ച്. അപ്പൊ എക്സാം ബാച്ചിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് വരാം. കറക്റ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ റെക്കോർഡ് സെഷനുകളും PDF മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യും. ഇപ്പൊ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർക്ക് മുന്നോട്ട് എത്താൻ വേണ്ടി നമ്മൾ എക്സാം ബാച്ച് സഹായിക്കും. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 89 21 44 05 80 എന്നീ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് എടുത്ത് കമന്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും ചോദ്യം, വിച്ച് കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡ് ഇൻ മോണിറ്ററി ടേംസ് ഓൺലി? 4 ഓപ്ഷൻ ഉണ്ട്. മാച്ചിങ് കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഇതിന്റെ ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്